ഒരു വാർത്താ അവതാരകൻ എന്ന നിലയിൽ നിഷാദ് റാവുത്തറെ ഏറ്റവും അധികം വെറുത്ത ദിവസമാണ് ഇന്ന്. ഈ ന്യൂസ് അവർ എന്നത് വ്യൂസ് ചവർ എന്നാണ് ഞാൻ സാധാരണ വിളിക്കാറ്. അതിൽ ഏത് പാർട്ടിക്കൽ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാലും ഈ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ചാനലിൽ ഇരുന്ന് തല്ലുകൂടുമ്പോൾ അത് കണ്ട് രസിക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെ സമയം കളയാം എന്നതിലുപരി ആ പ്രോഗ്രാം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഇന്ന് നോമ്പ് തുറന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ മീഡിയ വണ്ണിന്റെ സ്പെഷ്യൽ എഡിഷൻ ഒന്ന് തുറന്നു. നിഷാദ് റാവുത്തറും ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നവീൻ ജി നാദമണിയും, അതുപോലെ BJPക്ക് വേണ്ടി സംസാരിക്കാൻ ഉല്ലാസ് ബാബുവും, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ VR അനൂപും വേദിയിൽ നിരന്നിരിക്കുന്നത് കണ്ടു. ഒരല്പസമയം അവരുടെ സംസാരം കേൾക്കാമെന്ന് കരുതി. ഇവിടെ വളരെ വൃത്തികെട്ട രീതിയിൽ അവതരണം നടത്തുന്ന നിഷാദ് റാവുത്തറെയാണ് എനിക്ക് സത്യത്തിൽ ഏറ്റവും അരോചകമായി തോന്നിയത്. ഞാനിത് പറയാൻ കാരണം, ഈ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിച്ചാൽ, അതായത് അവതാരകൻ, ചാനൽ അവതാരകനായിട്ടുള്ള ആ പ്രോഗ്രാമിന്റെ അവതാരകനായിട്ടുള്ള ആൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആരോടാണ് ചോദിക്കുന്നതെങ്കിലും ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാനുള്ള സമയം കൊടുക്കണം. ആ സമയത്തിന് ഒരു സമയദൈർഘ്യം പറഞ്ഞു കൊടുത്താൽ അതുവരെ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അതിലെന്തെങ്കിലും എതിർപ്പുകളോ മറുചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാകാം. ഇതാണ് സാധാരണഗതിയിൽ വേണ്ടത്. എന്നാൽ ഇവിടെ നിഷാദ് റാവുത്തർ എന്ന വ്യക്തി വ്യക്തമായും വ്യക്തി ആക്ഷേപം കൊണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരുതരം ചീഞ്ഞ സംസ്കാരം അവിടെ ഇടപെടുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ആ പ്രോഗ്രാം കണ്ടു തുടങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നവീൻ ജി നാദമണി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വായിൽ കോലിട്ട് കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നാവുണ്ടോ എന്ന് പോലും അറിയാത്ത വിധത്തിൽ ഒരു അക്ഷരം വേണ്ടിയില്ല. അവസാനം അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞ ശേഷം, നാദമണിന്റെ സമയം കഴിഞ്ഞ ശേഷം അടുത്ത ആളിലേക്ക് പോകാൻ വേണ്ടി സംസാരിക്കുന്നു. അപ്പോഴാണ് നിഷാദ് റാവുത്തർ സംസാരിക്കുന്നതും അങ്ങനെ ഉല്ലാസ് ബാബു അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതും. ഉല്ലാസ് ബാബു സ്വാഭാവികമായും BJPക്കാരനാണ്. BJP പക്ഷത്ത് നിന്ന് സംസാരിക്കൂ. അത് സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിഷാദ് റാവുത്തറിനെ അറിയാമല്ലോ. അപ്പോൾ ഉല്ലാസ് ബാബുവിനോടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി പറയാനുള്ള ഒരു സാവകാശം അദ്ദേഹത്തിന് വേണം. ആ ഒരു അവകാശം അദ്ദേഹത്തിന് സ്ഥാപിച്ചു കൊടുക്കണമെന്നും അതുകൊണ്ട് ഒന്ന് കേൾക്കാൻ തയ്യാറാകണമെന്നും ഉല്ലാസ് ബാബു തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നിഷാദ് റാവുത്തർ ഒന്ന് മൂളിക്കൊണ്ടിരുന്നെങ്കിലും ഉല്ലാസ് ബാബു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം മറ്റാരും കേൾക്കരുത്, അതായത് മീഡിയ വണ്ണിന്റെ സ്പെഷ്യൽ എഡിഷൻ ആ ഒരു ചർച്ച കേൾക്കുന്നവരാരും BJPയുടെ ശബ്ദം അല്ലെങ്കിൽ ഉല്ലാസ് ബാബുവിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കരുത് എന്ന മട്ടിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ലജ്ജ തോന്നിപ്പോയി. അപ്പോൾ ചാനലിന്റെ അജണ്ട തന്നെയാണ്. ചാനലിന് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാകാം, മതമുണ്ടാകാം, മറ്റെന്തെങ്കിലും ഉണ്ടാകാം. പക്ഷെ ഒരു ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൽ സംസാരിക്കാൻ അവർ ക്ഷണിച്ചിട്ട് വരുന്ന ആ പ്രഭാഷകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ, അവരെ അറിയിക്കുന്ന വിധത്തിൽ അവരെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം ആ ചാനലിൽ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ഉല്ലാസ് ബാബുവിനെ സംസാരിക്കാൻ ഒന്നും അനുവദിക്കാതെ വളരെ ബുദ്ധിമുട്ടിച്ച് എങ്ങനെയെങ്കിലും ആ സമയം കഴിഞ്ഞ ശേഷം VR അനൂപിലേക്ക് പോയി. ആ സമയത്ത് കോല് പോയിട്ട് കമ്പി പഴിപ്പിച്ച് കുത്തിയാൽ പോലും നിഷാദ് ബാബുവിന്റെ വായിൽ നാവുണ്ടോ എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മിണ്ടാതിരുന്ന് കേൾക്കുന്നത് കേട്ടു. അതായത് BJPയുടെ ഒരു വ്യക്തി അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ആ അജണ്ടയ്ക്കൊത്ത് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ആക്രമിക്കാൻ വേണ്ടി മാത്രം, അതായത് അവതാരകന് ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് തോന്നും. ഉല്ലാസ് ബാബുവിന്റെ ഭാഗം പറയാനുണ്ടാകും. അത് പക്ഷെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവർ അംഗീകരിക്കാനോ ചിലപ്പോൾ കഴിഞ്ഞു വരില്ല. അത് സ്വാഭാവികമല്ലേ. ഇപ്പോൾ ആം ആദ്മി പാർട്ടി എന്തെങ്കിലും പറയുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് അത് അംഗീകരിക്കുന്നത്. എന്നാൽ ഒരു വർഷം മുമ്പ് കോൺഗ്രസിന്റെ അവസ്ഥ ഇതല്ലായിരുന്നു. BJPയുമായി ചേർന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെയോ ചെയ്യുകയാണെന്ന് പറഞ്ഞത് കോൺഗ്രസ് തന്നെയാണ്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതേ കോൺഗ്രസിന്റെ കക്ഷിയായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി പാർട്ടി മാറുന്നതാണ് പിന്നീട് കണ്ടത്. അപ്പോൾ ഇന്നത്തെ അഭിപ്രായം ഒരുപക്ഷെ നാളെ മാറിയെന്ന് വരാം, അതങ്ങനെയാണ്. പക്ഷേ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു അവതാരകൻ അതിലെ കോൺഗ്രസിന്റെ വക്താവിനെ ഏത് രീതിയിലാണോ ഉൾക്കൊള്ളുന്നത്, ഏത് രീതിയിലാണോ പരിഗണിക്കുന്നത്, അതേ പരിഗണന അതിന്റെ ഇടതുപക്ഷമായാലും BJP ആയാലും ആം ആദ്മി പാർട്ടി ആയാലും മറ്റാരൊക്കെ അതിനകത്ത് ചർച്ചയ്ക്ക് വന്നാലും അവർക്കെല്ലാവർക്കും കൊടുക്കേണ്ടതാണ് മര്യാദ. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ മര്യാദ ഇല്ലാത്ത ഒരു അവതാരകരാണ് നിഷാദ് റാവുത്തർ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. യാതൊരു മര്യാദയും ഒരു പാകതയും പക്വതയും ഇല്ല. തല്ലുകൂടാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ പക്ഷം ചേർന്ന് ബാക്കിയുള്ളവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു അവതാരകൻ.